Hello, welcome to my YouTube channel. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കുവാണ്. മറ്റൊന്നുമല്ല, എ ഡേ ഇൻ മൈ ലൈഫ്. അതിപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഞാൻ എണ്ണീറ്റ് ധ്രുവ് ബേബിയും കണ്ണനും ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എണ്ണീറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്ന് സൺഡേയാണ്. സൺഡേ സ്പെഷ്യലൊന്നും ഇല്ല. ഫിഷ് ഉണ്ട്, മീൻ മേടിക്കും. ഓക്കെ, അപ്പം വിളക്ക് കത്തിച്ചിട്ട് വിളക്കെല്ലാം കത്തിച്ച് ഇനി നമുക്ക് കിച്ചണിൽ പോയി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തി. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ധ്രുവ് ബേബി ഉറങ്ങുവാൻ ഇതുവരെ എണ്ണീറ്റില്ല. അപ്പം നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ദോശ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് ഉണ്ടാക്കുക. കാരണം ധ്രുവ് ബേബി എണ്ണീറ്റ് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കാര്യങ്ങളും ഒന്ന് നോക്കണം. അപ്പം ഞാൻ ജസ്റ്റ് നോക്കാൻ വന്നതാണ് രണ്ടുപേരും. അപ്പോൾ ഒരാൾ ഉറക്കവാ, ഒരാളതോ ഒരാൾ തന്നെ ഉറക്കുക. ബേബി എണ്ണീറ്റ് ധ്രുവ് ബേബിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവാ. ധ്രുവ് ബേബി എണ്ണീറ്റ് ധ്രുവ് ബേബിക്കുള്ള കുറുക്ക് റെഡിയായി. എന്നിട്ടത് കൊടുക്കാം. എന്നിട്ട് ബാക്കി പണി അത് കഴിഞ്ഞ് ചെയ്യാം. അപ്പോൾ കുറുക്ക് കുടിക്കാൻ റെഡിയായിട്ടിരിക്കുക ഒരാളതാ. ബോഡി ഗാർഡാ. ലേറ്റായ ഞാൻ കുടിക്കട്ടെ. കുറുക്ക് കുടിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങളെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോവാ. ധ്രുവ് ബേബി കുളിപ്പിക്കാൻ പോവാ. എക്സൈറ്റ്മെന്റ്. എവിടെ പോവാ? അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായി. ഹലോ. അപ്പം ഞങ്ങൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ചോറ് വെച്ച് ഇനി നമുക്ക് മീൻ ഉണ്ടാക്കണം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം, ഫിഷ് കറി ഉണ്ടാക്കണം. ധ്രുവ് ബേബി ഉറങ്ങി. കണ്ണെന്താ എവിടെ പോവാ? കുറച്ച് മീൻ മേടിക്കാൻ പോകുന്ന എല്ലാവർക്കും അവധിയില്ല. അപ്പം ഇന്ന് കുറച്ച് മീൻ്റെ പരിപാടിയാ. അപ്പം കണ്ണ മീൻ മേടിക്കാൻ സൺഡേ ഉണ്ട്. കുറച്ച് ഫിഷ് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഫിഷ് മേടിക്കാൻ പോവാ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ്. ഓക്കെ.
അതെ ഫിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് ഉണ്ടാകാം. അപ്പോൾ ഇവിടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഞാൻ ഫിഷ് വറക്കാനും ചെയ്യുവാണ്. ഇപ്പോൾ വന്നിട്ട് അയിലയാണ്. അയില ഫ്രൈ ചെയ്യാൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഫിഷ് ഫ്രൈ ആണ്. ഓക്കെ, പിന്നെ പുളിശ്ശേരി. ഡോറ ഇവിടെ അവിടെ ലഞ്ച് വെയിറ്റ് ചെയ്ത് ഇവിടെ കിടക്കുക. ബോഡി ഗാർഡ്സ് അയ്യോ പണന്നേ. താമര കണ്ണനവരങ്ങി കണക്കാടി. അപ്പോൾ അച്ഛൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് ഹൈദരാബാദ് വന്നതാണ്. അപ്പോൾ അച്ഛനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇപ്പോൾ കണ്ടത് ഡോറയുടെ. ഡോറയ്ക്കുള്ള ചോറും ചിക്കനും കൊടുക്കാൻ പോവാ. ബാ. അപ്പം നമ്മൾ താഴെ ഇപ്പോൾ കിടക്കുന്നത് ബെഡ് എടുത്ത് മാറ്റി മെത്ത എടുത്ത് താഴെ ഇട്ടിട്ട് താഴെ ഇപ്പോൾ കിടക്കുന്നത്. കാരണം കുഞ്ഞിപ്പം ഇഴയാനും റോളാവാനും തുടങ്ങിയോണ്ട് ഒരു പേടി. നമ്മൾ രാത്രി ഉറങ്ങിപ്പോയാലോ പേടിച്ച് ഞാൻ ബെഡ് എടുത്ത് മാറ്റി താഴെ മെത്ത വിരിച്ച് സേഫായിട്ട് ഇപ്പോൾ കിടക്കുക. കാരണം പെട്ടെന്ന് ഒരു ഉരുളക്കത്തിന് പെട്ടെന്ന് ഇങ്ങനെ വരും. അപ്പോൾ അത് പേടിച്ച് നമ്മൾ ബെഡ് എടുത്ത് മാറ്റി. ഇപ്പോൾ തൊട്ടി കിടക്കുക. തൊട്ടിയും എടുത്തതുപോലെ താഴെ ഞാൻ വെച്ച് അങ്ങനെ കിടത്തിയേക്കുക. അപ്പം നമ്മുടെ ടീഷർട്ടിൻ്റെ ഓർഡർ എല്ലാം വന്നാൽ നോക്കുവാന്നില്ല. ഇപ്പോൾ ഒരു ടീഷർട്ടിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആണെന്ന് തോന്നുന്നു. അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിൻ്റഡ് ടീഷർട്ട്സ് ആണ്. ഇൻസ്റ്റ പേജുണ്ട്. ഇപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ കയറി ഫോളോ ചെയ്യുക. ടീഷർട്ട് ഇഷ്ടമുള്ളവർ അതിൽ കയറി ഓർഡർ ചെയ്യും. അപ്പം ഞാൻ ധ്രുവിനുള്ള ചോറും മത്തങ്ങയും കൂടെ അതുപോലെ ഉടച്ച് കൊടുക്കാനാണ്. ഉച്ചയ്ക്കായി ചോറും മത്തങ്ങ ഉണ്ടാക്കി ചോറും പയറും കൊടുക്കുന്നത്. പിന്നെ മത്തങ്ങ ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് ഞാൻ മത്തങ്ങയും ചോറും അതുപോലെ ഉടച്ച് കൊടുക്കാൻ. ചോറ് കഴിക്കാം. പ്രീതി എടുക്കണം. ചോറ് കഴിക്കുക. അപ്പം ഇതെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സാധനങ്ങളാണ്. ഏത്തയ്ക്ക, അച്ചാർ, 6 പാക്കറ്റുകൾ. ഗോച്ചേട്ടി ധ്രുവമോന് ലഞ്ച് കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ലഞ്ച് ചെയ്യാൻ പോവാൻ. പുളിശ്ശേരി, മെഴുക്ക് വരട്ടി, നാട്ടിൽ നിന്ന് മാങ്ങ അച്ചാർ, ഫിഷ് ഫ്രൈ, ചോറ്, പിന്നെ കഴിക്കാം. ഓമൻ അച്ചാർ കടുമാങ്ങയാണ്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം വിശ്രമിക്കാൻ വന്നതാണ്. ഉറങ്ങാം. ഓക്കെ ഓക്കെ. ഞങ്ങൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് എണ്ണീറ്റ് അപ്പോൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രഷായി. 6 മണിയായി. വിളക്ക് കത്തിക്കണം. പിന്നെ ഡിന്നർ കുക്ക് ചെയ്യണം. പിന്നെ ഡോറ കിടക്കുന്നുണ്ട്. ഡോറ
രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു വാക്കിന് കൊണ്ടുപോകും, രാവിലെയും കൊണ്ടുപോകും, പിന്നെ ചില സമയത്ത് ഉച്ചയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പോയി വിളക്ക് കത്തിക്കട്ടെ. ഓക്കെ. അപ്പം കുഞ്ഞെല്ലാം ഉറക്കത്തില്ല, കാരണം അവനെ ഞാൻ മേലൊക്കെ കുളി കഴിഞ്ഞ് അവൻ ഇച്ചിരി നേരം കിടന്നുറങ്ങും, അല്ലാതെ അങ്ങനെ ഉറക്കമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം വിളക്ക് കത്തിക്കുമ്പോൾ മണിയടിക്കാൻ വരും, അപ്പം നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഈ വ്ലോഗ് ജസ്റ്റ് നിങ്ങളെ പെട്ടെന്ന് ഒരു ദിവസം എന്താ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ വെറുതെ എടുത്തതാണ്. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചിട്ട് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് അത്ര ബിസി ഷെഡ്യൂളല്ല, കാരണം അല്ലാത്ത ദിവസങ്ങളിൽ വർക്ക് കാണും. അതുമല്ല അമ്മയില്ല, അമ്മ നാട്ടിൽ പോയേക്കുവാണ്. അപ്പോൾ അമ്മയുള്ളപ്പം നമുക്ക് ഇത്രയും ഇതില്ല, അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സൺഡേ ആയപ്പോൾ ഞാൻ വിചാരിച്ച്, ഞാൻ കുറേ നാളായി എൻ്റെ ചാനൽ ഇങ്ങനെ ലോക്ക്ഡൗണിൽ തുടങ്ങിയത്, അപ്പം ഒന്നും ഇട്ടില്ല. അപ്പോൾ വെറുതെ എടുത്തതേ ഉള്ളൂ. ഓക്കെ. जय श्रीनिवास जय वेंकटेश वृषशैलनाथ श्री पद्मनाभ वैकुंठनाथ जय विष्णुतेज राजाधिराज तव जय 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 देवादिदेव जय वासुदेव श्रीरामचंद्र जय कल्कि रूप शौरीश मोद देवी निनाद जय 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 जय. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഡിന്നർ കഴിക്കും. കിടക്കത്തില്ല ഇപ്പോഴേ, 4 മണി 5 മണിയാകുമ്പോൾ വെളുപ്പിനാണ്. ധ്രുവേവി ഇപ്പോഴങ്ങ് ഉറങ്ങത്തില്ല. ധ്രുവേവി എണ്ണീറ്റ് ഞങ്ങൾ എണ്ണീറ്റു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ?